നമ്മുടെ ശരീരത്തിന് എന്തായാലും എക്സസൈസ് ആവശ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 തരത്തിലുള്ള എക്സസൈസാണ് നമുക്ക് ആവശ്യം. ഒന്ന്, നമുക്ക് നമ്മുടെ മസിലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന സ്ട്രെച്ചിങ് എക്സസൈസാണ് ഒന്നാമത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പൂച്ച, നായ, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് അതൊന്ന് എഴിക്കുമ്പോൾ അത് കൈയും കാലും ഒക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ബോഡി സ്ട്രെച്ച് ചെയ്യും, കൈകൾ സ്ട്രെച്ച് ചെയ്യും, കാല് സ്ട്രെച്ച് ചെയ്യും, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ പണ്ട് നമ്മൾ എഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമായിരുന്നു. കൈയൊക്കെ ഒന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമായിരുന്നു, കാലൊക്കെ ഒന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും അതൊന്നും ചെയ്യാറില്ല. ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി, ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസ് ഇസ് മാൻഡേറ്ററി. അടുത്ത് ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ നോർമൽ ലെവലിൽ നിന്ന് ഏകദേശം ഡബിളോളം ഒരു 5-10 മിനിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം. അപ്പോൾ നോർമലി ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 60-65 ആണെന്നുണ്ടെങ്കിൽ അതിനൊരു 110, 120 എത്തിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് കുറച്ച് സമയം നമ്മൾ ചെയ്യണം. അപ്പോൾ മേജറായിട്ട് ചെയ്യേണ്ട എക്സസൈസ് നമുക്ക് പറ്റുന്നത് നടക്കാൻ പോകാം, ജോഗിങ്ങിന് പോകാം, സ്വിമ്മിങ്ങിന് പോകാം, സൈക്ലിങ്ങിന് പോകാം, ഡാൻസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു തരത്തിലുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാവൂ. ചിലർക്കെങ്കിലും നെറ്റി ചുളിക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ജിമ്മിൽ പോകരുത്, മാർഷ്യൽ ആർട്സ് പഠിക്കരുത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല സ്ട്രെങ്ത് ആയിരിക്കും, മാർഷ്യൽ ആർട്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല സ്ട്രെങ്ത് ആയിരിക്കും. നിങ്ങൾ എന്നാണോ ഈ പരിപാടി നിർത്തുന്നത്, നിങ്ങൾക്ക് എന്തായാലും ലൈഫ് ലോങ് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 40-45 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എന്നാണോ ഈ പരിപാടി നിർത്തുന്നത്, അന്ന് നിങ്ങളുടെ ശരീരം തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. അന്ന് നിങ്ങളുടെ ശരീരത്തിന് വാദം വരും, മസിൽ പ്രശ്നം ഉണ്ടാവും, ജോയിൻറ്റ് പ്രശ്നം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബോഡി നിങ്ങളെ ചതിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ പരിപാടി വെച്ച് നിർത്തുമ്പോഴായിരിക്കും. അതുകൊണ്ട് ഓവർ സ്ട്രെയിൻ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു പരിപാടിക്ക് നിങ്ങൾ പോകരുത്. നമ്മുടെ കൂട്ടായ്മയിൽ നിൽക്കുന്നവർ സ്പോർട്സിന് പോകുകയേ ചെയ്യരുത്. നിങ്ങൾ നോക്കിയാൽ ഏത് സ്പോർട്സ് താരത്തെ വേണമെങ്കിലും നിങ്ങളെടുത്ത് നോക്കിക്കോ. ആ സ്പോർട്സ് താരങ്ങളുടെ ഏജ് ഒരു 40 അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് അവരുടെ ശരീരം തിരിച്ച് പ്രതികരിച്ചിരിക്കും. അപ്പോൾ ശരീരത്തിന് ഒരു പരിധിയിൽ കൂടുതൽ ആയാസം കൊടുക്കുന്ന ഒരു എക്സസൈസും ചെയ്യാൻ പാടില്ല. മൈൽഡായിട്ടുള്ള യോഗ ചെയ്യാം, ഈ പറഞ്ഞതുപോലെ നാച്ചുറലായിട്ടുള്ള എക്സസൈസ് ചെയ്യാം. വാക്കിംഗ്, ജോഗിങ്, ഡാൻസിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ് പോലെയൊക്കെയുള്ള നാച്ചുറലായിട്ടുള്ള എക്സസൈസ് ചെയ്യാം. ബോഡിക്ക് ഓവർ സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല, മസിൽസിന് ഓവർ സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല, ബോൺസിന് ഓവർ സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധികം ആരും മൈൻഡ് ചെയ്യാത്തതാണ്, പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ മൈൻഡ് ചെയ്യേണ്ട വിഷയമാണ്. സോ ഇവിടെയും റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും മനസ്സിലാകത്തേക്ക് കൊണ്ടുവരുന്നൊരു കാര്യമെന്ന് പറയുന്നത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതിനെ കുറിച്ചിട്ടാണ്. പക്ഷേ സുഖമായി കിടന്ന് ഉറങ്ങുന്നതല്ല റെസ്റ്റ്. ഉറക്കം റെസ്റ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, പക്ഷേ വെറുതെ കിടന്ന് ഉറങ്ങുന്നതല്ല റെസ്റ്റ്. ഈ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും റെസ്റ്റിലായിരിക്കണം. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വയറ് മുട്ട കഴിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ, 2 പൊറോട്ടയും ഒരു ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ണ് ഉറക്കത്തിലായിരിക്കും, പക്ഷേ ശരീരം ഉറക്കത്തിലായിരിക്കത്തില്ല. നിങ്ങളുടെ ആമാശയവും നിങ്ങളുടെ കുടലും നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഒക്കെ എപ്പോഴും ഈ ശരീരം ഇങ്ങനെ ആക്റ്റീവ് മോഡിലായിരിക്കും. ഈ കഴിച്ച ആഹാരത്തെ ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലായിരിക്കും. നിങ്ങളുടെ കണ്ണ് മാത്രമേ ഉറങ്ങത്തുള്ളൂ, പക്ഷേ ശരീരത്തിന് റെസ്റ്റ് കിട്ടും. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി കംപ്ലീറ്റ് റെസ്റ്റിലാകണം. അത്യാവശ്യം ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളും ബ്ലഡ് സർക്കുലേഷൻ്റെ കാര്യങ്ങളും മാത്രം നടന്നാൽ മതി. ബാക്കി ഓർഗൻസ് എല്ലാം നിശ്ചലാവസ്ഥയിലാകണം. അങ്ങനെ റെസ്റ്റാണ് ബോഡിക്ക് ആവശ്യം. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ആഹാരം കഴിക്കുമ്പോൾ നല്ല റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 AM 6 PM ഇതിൻ്റെ ഇടയ്ക്ക് ആഹാരം കഴിക്കാവും. ബിഫോർ 6 AM ആഫ്റ്റർ 6 PM ആഹാരം കഴിക്കരുത്. ഈ 6 PM എന്ന് വെച്ചിരിക്കുന്നത് ഞാൻ സമയം അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ശരിക്കും പറയേണ്ടത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷവും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഭക്ഷണം കഴിച്ച് തീർക്കണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും കഴിക്കരുത്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷവും കഴിക്കരുത്. സോ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും.
അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണക്രമത്തിനകത്ത് നിങ്ങളൊരു ചേഞ്ച് കൊണ്ടുവരണം. പിന്നെ അടുത്ത ഒരു കുഞ്ഞു കാര്യം എന്താണെന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് അധിക സമയം കിടക്കരുത്. ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് എപ്പോഴും പ്രഷർ വരും. ഒന്നുമില്ല, റൈറ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കാം, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കാം, ആ ഏത് പോസ്റ്റും കുഴപ്പമില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് അധിക സമയം ഹാർട്ടിന് പ്രഷർ കൊടുത്ത് കിടക്കാതിരിക്കുക. ലാസ്റ്റ്, റിലാക്സേഷൻ. അധികം ആരും ചെയ്യാത്തൊരു കാര്യമാണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടാത്ത കാര്യം. ഓക്കെ, റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള പുറമേയുള്ള നമുക്ക് കയ്യെത്താൻ പറ്റുന്ന എല്ലാ ഭാഗത്തിനും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിനിമം നമ്മൾ ഒരു മസാജ് കൊടുക്കണം. പഴമക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കണം. അപ്പോൾ നമ്മുടെ തലയും നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ കാൽപാദങ്ങൾ, കൈയുടെ പാം, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കൈയെത്താൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഓയിലിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നല്ല മസാജ് കൊടുത്തതിന് ശേഷം കുളിക്കുക. ആ ഒരു റിലാക്സേഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പം നമ്മുടെ കൈക്ക് കർത്താവ് ഒരു മാഗ്നറ്റിക്കൽ പവർ വെച്ചിട്ടുണ്ട്. കൈക്ക് മാത്രമേ ആ മാഗ്നറ്റിക്കൽ പവറുള്ളൂ. സോ നമ്മുടെ കൈ കൊണ്ട് നമുക്കിങ്ങനെ റബ്ബ് ചെയ്ത് നമ്മളൊരു ഒരു ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാം അത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കൈക്കകത്ത് എനർജി ലെവൽ കൂടുതലായിരിക്കും, ഒരു മാഗ്നറ്റിക്കൽ എനർജി ലെവൽ ഉണ്ടാവും. സോ ഈ കൈ ഇങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നമ്മൾ എവിടെ വെച്ചാലും ആ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു ഹീലിംഗ് പവർ ട്രാൻസ്മിറ്റ് ആവും. നമ്മുടെ കണ്ണിന് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ണിന് നല്ല റിലാക്സേഷനാവും. പലരും ചെയ്തിട്ടില്ല, കണ്ണ് നല്ല രീതിയിൽ ടയേർഡാകുന്ന സമയത്ത് ഇങ്ങനെ വെക്കാറുണ്ട്. സോ ഇത് നമ്മുടെ എല്ലാ ബോഡി പാർട്ടിനും ഇത് ആപ്ലിക്കബിളാണ്. എവിടെയൊക്കെ നമ്മൾ റബ്ബ് ചെയ്തിട്ട് വെക്കുമോ അവിടെയെല്ലാം നല്ല റിലാക്സേഷൻ കിട്ടും. സോ ഈ രീതിയിൽ നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ബോഡിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഫിസിക്കൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഏരിയാസിനെ കവർ ചെയ്തിട്ടാണ് ഏകദേശം 60% ബിസിനസ്സുകൾ നിലനിൽക്കുന്നത് ഈ ഫിസിക്കൽ ശരീരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ശരീരം എന്ന് ഓർക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ ശരീരത്തിനകത്തുള്ള ഫങ്ഷനാലിറ്റി എന്ന് ഓർക്കുക. അപ്പോൾ ആ 7 ഡയമെൻഷനകത്ത് ആ ഫിസിക്കൽ ബോഡിയുടെ ഇമ്പോർട്ടൻസും അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ചെറിയ ലെവലിൽ നിങ്ങൾക്ക് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഹെൽത്ത് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ അനാട്ടമി ഓഫ് ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഇഷ്ടംപോലെ വാസ്റ്റ് ഏരിയയാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിയെക്കുറിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അനാട്ടമിക്കകത്തും അതുപോലുള്ള സയൻസിനകത്തുമൊക്കെ. അപ്പോൾ ഞാൻ ആ ലെവലിലോട്ടൊന്നും പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ, ദൈവത്തിൻ്റെ അഭിഷേകം വഹിക്കുന്നു എന്ന് പറയുന്ന ലെവലിൽ ഇത്രയെങ്കിലും മിനിമം ലെവൽ ഇത്രയെങ്കിലും നമ്മൾ അറിയുകയും അത് ചെയ്യുകയുമാണ്.